ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ആ സുദിനം വന്നിരിക്കുന്നു. മമ്മൂക്ക പത്മഭൂഷൺ പുരസ്കാരം ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ആ ഒരു പ്രൗഡ് മൂമെൻറ്റിന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരുന്നു. അത് ആ ഒരു കാഴ്ച എല്ലാവർക്കും കുളിരേകുന്നതും എല്ലാവർക്കും സന്തോഷം നൽകുന്നതും ഏറ്റവും അർഹിക്കപ്പെടുന്ന കൈകളിലേക്ക് എത്തുന്ന കാര്യമെന്ന് തന്നെ പറയാം. ആ ഒരു കാര്യം ഫാമിലി ഒത്താണ് അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. എന്താണേലും അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളുമൊക്കെ വന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ അതൊരു വൈറലായി മാറുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ കാണാൻ നമുക്ക്. എന്തായാലും അതൊരു പ്രൗഡ് മൂവ്മെൻ്റ് എന്ന് തന്നെ പറയാം. ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും അതൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അതായത് അർഹിക്കുന്ന കൈകളിലേക്ക് ലേറ്റായി വന്ന പുരസ്കാരം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമുക്കറിയാം ഏത് വർഷവും കഴിഞ്ഞ 10-15 വർഷങ്ങളിൽ നമ്മൾ നോക്കിയാൽ അർഹപ്പെട്ടത് മമ്മൂട്ടി തന്നെയാണ് ഏറ്റവും മുന്നിൽ നിന്നിരുന്നതെന്നറിയാം. പലർക്ക് കിട്ടിയിട്ടും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇക്കുറി അദ്ദേഹത്തെ തഴയാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. തീർച്ചയായും അതെത്തുന്നു. ഇനിയും ഇതിന് മുകളിലേക്കുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഉടൻ തന്നെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഇക്കുറി അദ്ദേഹത്തിന് അടുപ്പിച്ച് ഉള്ള 2 വർഷങ്ങളിൽ അല്ലെങ്കിൽ 3 വർഷങ്ങളിൽ ഹാട്രിക് നാഷണൽ അവാർഡും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം അത്രത്തോളം ഗംഭീര പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, വരും നാളുകളിൽ അദ്ദേഹത്തെ തേടി കൂടുതൽ അവാർഡുകൾ